ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ തമ്മിലുള്ള ഈ പിണക്കം ഞാൻ പറഞ്ഞു തീർക്കും. മലപ്പുറത്തുകാവ് ദേവിയുടെ അനുഗ്രഹം മൊത്തവും പുഷ്പകലയും പുഷ്പകലയുടെ കൃഷ്ണൻകുട്ടിയും കൂടി അടിച്ചെടുക്കുമല്ലോ. ഇതും തോറ്റു. കൊടുത്തിട്ടുണ്ട്. ചീട്ട് കളിച്ച് എവരാ കുടുംബം കുളം തോണ്ടെന്ന എനിക്ക് തോന്നണ. ഒടുവില് പണ്ട് പാഞ്ചാലിയെ പണയം വെച്ച പോലെ ഇവരിനി എന്നെയും പണയം വെക്കോ? എന്താ ഇയാളുടെ പേര്? പേര് മറന്നുപോയല്ലോ. ജയചന്ദ്രൻ എംബ്രാൻ. ഓംബ്രാനോ? ഓംബ്രാൻ അല്ല, എംബ്രാൻ. എംബ്രാന്തിരിയുടെ ബ്രാ. ഓ, തിരുമേനിയാണല്ലേ? അല്ല, ലേശം കൊടവയറുള്ള മേനിയ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ വർഷത്തെ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും പരിപാടിയെ പറ്റി നമുക്ക് ആലോചിക്കണ്ടേ? അതിനല്ലേ ഞായറാഴ്ച സ്പെഷ്യൽ കമ്മിറ്റി വെച്ചിരിക്കുന്നേ. ഇത്തവണ ഈ എംബ്രാനെ നമുക്ക് ക്രിസ്മസ് പപ്പയാക്കിയാലോ? ഞാനേ നിലവിലൊരു കൊച്ചിന്റെ പപ്പയ, അത്രയും മതി. മറ്റുള്ളവരുടെ പപ്പയാനൊന്നും എന്നെ കിട്ടില്ല. ഈ കളിയും ഞാൻ ജയിച്ചു. നാശം പിടിക്കാൻ എനിക്കിതെന്തു പറ്റി? മൈ മൈൻഡ് ഈസ് നോട്ട് റൈറ്റ്. എന്തായാലും ഞാൻ കളി നിർത്തി. എന്തിന് കൊള്ളാം അവളെ. എന്താ അംബിക വർമ്മയും പുഷ്പകല കൃഷ്ണൻകുട്ടിയും തമ്മിലൊരു രഹസ്യയോഗം? അംബികയ്ക്കിന്ന് വൻ പരാജയമായല്ലോ. ആ ഡിസ്കഷൻ ആയിരിക്കും. ഈ പുഷ്പകലയുണ്ടല്ലോ, അവളുടെ ഹസ്ബൻഡിനെ എടുത്തിട്ട് ഇടിച്ച ഇടിയൊന്ന് കാണണം. അയാളുടെ നിലവിളിയെ ഒരു 10 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. വാ. ഇത് വെറും വിമൻസ് ക്ലബ് അല്ല, പരദൂഷണ വിമൻസ് ക്ലബ്ബാ. പറയംബികെ, എന്താ ഒരു മൂഡൌട്ട്? ഇന്നെല്ലാ കളിയും തോറ്റല്ലോ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടോ. അംബിക എന്താ ആലോചിക്കുന്നേ? വാട്ട്സ് യുവർ ടെൻഷൻ? ടെൽ മീ. എന്റെ മനസ്സ് നിറയെ അവളാ പുഷ്പകലെ, എന്റെ ശത്രു. ഋതികയോ? യെസ്. ഒരു നരന്ത് പെണ്ണിനെയാണോ അംബിക ഇത്രയും പേടിക്കുന്നേ? കഷ്ടം. അവളിപ്പോ അങ്ങനെയൊന്നും അല്ല പുഷ്പകലെ. പുഷ്പലത കൃഷ്ണൻകുട്ടി ഇവർക്ക് ചേർന്ന കമ്പനിയാ. മുടിഞ്ഞ വാരയാ. ഈനാമ്പേച്ചിയും മരപ്പട്ടി. ഇയാളെന്തോടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? ഊളമ്പാറ തൊട്ടടുത്തല്ലേ, അതുകൊണ്ട് ചിരിച്ചു പോയത് അമ്മച്ചി. അവളിപ്പോ എനിക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുക. മനസ്സ് നിറയെ അവളെ കുറിച്ചുള്ള ഓർമ്മകളാ. ആ ദേഷ്യം കൊണ്ടാ ഞാൻ ഈ ഗെയിമിലൊക്കെ തുടരെ തോക്കുന്നേ. എന്റെ അംബികയെ പോലെ ഇത്രയും ശക്തിയും ബുദ്ധിയുമുള്ള ഒരു സ്ത്രീക്കാണോ ഒരു ചീളു പെണ്ണിനെ ഒതുക്കാനും തീർക്കാനും പറ്റാത്തത്? ഞാൻ പല പ്ലാനുകളും ഒരുക്കി നോക്കി പുഷ്പകലെ, പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആക്കണം. ഒരു പ്ലാൻ സക്സസ് ആയില്ലെന്ന് വെച്ച് നിരാശപ്പെടരുത്. അടുത്തത് ചെയ്യണം. വലിയ ബുദ്ധിരാക്ഷസനായ പ്രതാപവർമ്മയും പത്മാവതിയെയും
തമ്മിൽ തല്ലിച്ച് പിരിച്ചതല്ലേ? എന്റെ അറിവ് ശരിയാണെങ്കിൽ പത്മാവതി ഇപ്പോഴും കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. അത് വിജയിച്ചതുപോലെ ഇതങ്ങോട്ട് പറ്റുന്നില്ല പുഷ്പകലെ. അവളോടുള്ള എന്റെ എല്ലാ ഫൈറ്റുകളിലും ഞാൻ നിരന്തരം തോറ്റു പോവാ. തോൽക്കരുത്, അംബികയെ ഞാൻ സഹായിക്കാം. ഒരു മറുതയായിരുന്ന എന്റെ അമ്മായിയമ്മയും 3 നാത്തൂന്മാരെയും ഈ നാട്ടിൽ തന്നെ പറപ്പിച്ചവളാ ഈ പുഷ്പകല കൃഷ്ണൻകുട്ടി. ആ രാജുവിന്റെയും ഋതികയുടെയും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അവര് തമ്മിൽ കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തില് ഉഗ്രം പാരകൾ പണിയണം. ഒടുവിൽ ഒരു ഡിവോഴ്സിലെത്തിക്കണം. നിരാശ മൂത്ത് ഋതിക സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിന് അംബിക മാത്രം വിചാരിച്ചാ മതി. അംബികയൊന്ന് ഒരുമ്പെട്ട് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു പുഷ്പകലെ, എനിക്ക് ഈ കോൺഫിഡൻസ് തന്നേന്. ഞാനേ രണ്ടും കൽപ്പിച്ചിറങ്ങാ. എന്തായാലും ഞാൻ പറഞ്ഞ അവൻ കേട്ടു. ഒരു പിണക്കം തീർന്നെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ തമ്മിലുള്ള ഈ പിണക്കം ഞാൻ പറഞ്ഞു തീർക്കും. അകലെ